ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 ഈ രേവതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ രേവതി നക്ഷത്രക്കാരിൽ വളരെയധികം ശുദ്ധഹൃദയരായിട്ടുള്ള ഈ രേവതി നക്ഷത്രക്കാരിൽ ഉയർച്ച താഴ്ചകൾ ഇവരുടെ ജീവിതത്തിൽ കാണാറുണ്ടെങ്കിലും ആരെയും ആശ്രയിക്കാതെ തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സദാസമയവും ചിന്തിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് വരാൻ പോകുന്നതായിട്ടുള്ള കാലഘട്ടങ്ങളെ മനസ്സിലാക്കിയിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ രേവതി നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് അഭിമാനശീലരായതുകൊണ്ട് ഏതൊരു കാര്യമായാൽ പോലും അത് മറച്ചു വയ്ക്കാതെ സംസാരിക്കുന്നവരും തന്നെ സ്നേഹിക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ. ചതിയും വഞ്ചനയും ഇഷ്ടപ്പെടാത്ത ഈ നക്ഷത്രക്കാർ വൃത്തിക്കും സത്യസന്ധതയ്ക്കും വളരെ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരും, എന്നാലോ ഇവരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതൊന്നും തന്നെ ഇവർക്ക് പലപ്പോഴും ഇഷ്ടമാകാറില്ല. ഈ രേവതി നക്ഷത്രക്കാരിൽ 2026 പുതുവർഷത്തിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലം കാണുന്നതായിട്ടൊരു സമയമാണ്. വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ രാഹു 12ാം ഭാവത്തിലും കേതു 6ാം ഭാവത്തിലും സ്ഥിതി വരുന്ന സമയമാണ്. പ്രത്യേകിച്ച് ശനീശ്വരനാണെങ്കിലോ 7ര ശനിയുടെ കാലഘട്ടത്തിൽ ജന്മശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ സ്വാധീനശക്തി മൂലം നിലനിൽക്കുന്നതായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ ആശ്വാസം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷാരംഭത്തിൽ. പ്രത്യേകിച്ച് ജൂൺ മാസം 2ാം തീയതിക്ക് ശേഷം ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജൂൺ മാസം 2ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. എന്നാലോ ആരോഗ്യ പരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ അനാവശ്യമായിട്ടുള്ള യാത്രകളെയും ഒഴിവാക്കേണ്ടതാണ്. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും പൊതുവേ സന്തോഷം കാണാമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം. ദാമ്പത്യത്തിലാണെങ്കിൽ ഉയർച്ച താഴ്ച കാണാമെങ്കിലും തുറന്ന ആശയവിനിമയവും ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വ്യാപാര വ്യവസായ മേഖലകളിലായാലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലായാലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലമെല്ലാം കിട്ടുകയും ചെയ്യുമ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. പൊതുവേ രേവതി നക്ഷത്രക്കാർക്ക് ഈ 2026 പുതുവർഷം ഗുണദോഷ സമ്മിശ്ര ഫലം കാണാമെങ്കിലും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട്.
അതുകൊണ്ട് രേവതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്.